ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മാസം 27-നെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തിരുവനന്തപുരത്ത് ശക്തമായ മത്സരം ഉണ്ടാകും. BJP കേന്ദ്രമന്ത്രിമാരെ അടക്കം ആരെ ഇറക്കിയാലും LDF വിജയിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ലക്ഷ്യം കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും LDF വിജയം ഉറപ്പാക്കൽ. ബൈ ഇലക്ഷൻ്റെ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൻ്റെ മൂടാണ്. 27-ാം തീയതി നിങ്ങളുടെ വിശ്വാസം CPIക്കും CPMനും LDFനും കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പറ്റുമെന്നാണ്. LDFൻ്റെ വിജയം ഉറപ്പാക്കാനുള്ള സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും ഉണ്ടാകും. തിരുവനന്തപുരത്തുണ്ടാകും, എല്ലായിടത്തും ഉണ്ടാകും. കേന്ദ്രമന്ത്രിയോ വലിയ മന്ത്രിയോ അതിനേക്കാളും വലിയ മന്ത്രിയോ വന്നാലും ശരി. അരുൺ പൂപ്പറമ്പ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇപ്പോൾ തൃശ്ശൂരായാലും ഈ തിരുവനന്തപുരമായാലും ഒക്കെ ശക്തമായി BJPയെ നേരിടാനുള്ള അവസരം CPIക്കാണ് ലഭിക്കുന്നത്. എന്നാൽ അത് വളരെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിയുമെന്നാണോ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്? വേണു, തീർച്ചയായും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ ചേരുകയും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ജില്ലാ കമ്മിറ്റികളോട് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച ലിസ്റ്റ് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് നടപടിക്രമം അതിൽ നൽകുന്ന പേരുകൾ ഈ 26-ാം തീയതി ചർച്ച ചെയ്യുകയും അതിൽ അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്യും. 27-ാം തീയതി CPIയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നതാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചില നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ സംബന്ധിച്ചും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അതായത് തിരുവനന്തപുരം ഉൾപ്പെടെ തൃശ്ശൂർ ഉൾപ്പെടെ ശക്തമായി മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം CPI ആണ് എതിരാളിയായി വരുന്നത്. സ്വാഭാവികമായും അത്തരം മണ്ഡലങ്ങളിൽ വിജയം സുനിശ്ചിതമാണെന്ന ആത്മവിശ്വാസമാണ് ബിനോയ് വിശ്വം പങ്കുവച്ചത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സവിശേഷമായിട്ടുള്ള സാഹചര്യമുണ്ട്. ശക്തമായ ത്രികോണ മത്സരം തിരുവനന്തപുരത്തും തൃശ്ശൂരും നടക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ തിരുവനന്തപുരത്ത് ഇറക്കിയാലും അവിടെ LDF വിജയിച്ചു വരും എന്ന ഒരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവച്ചത്. നിലവിൽ ഭരണവിരുദ്ധ വികാരമില്ല. LDF പൂർണ്ണ തലത്തിൽ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലുണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ സൂചനയായി അദ്ദേഹം പറയുകയും ചെയ്യുന്നു. മറ്റ് പ്രശ്നങ്ങളില്ല, മറ്റ് ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് അത്തരത്തിലുള്ള പ്രചാരണം തെറ്റാണെന്നും ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സാഹചര്യം LDFന് സംസ്ഥാനത്തുണ്ട് എന്നതാണ്. സ്ഥാനാർത്ഥികളെ നേരത്തെ CPIയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ, തൃശ്ശൂരിൽ VS സുനിൽകുമാർ, വയനാട് ആനിരാജ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അത്തരം പേരുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന പേരുകളെ സംബന്ധിച്ച് പ്രതികരിക്കാൻ ബിനോയ് വിശ്വം തയ്യാറായില്ല. 27-ാം തീയതി ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. അന്ന് തന്നെ LDFന്റെ പൂർണ്ണ സ്ഥാനാർത്ഥി പട്ടിക അന്ന് പുറത്തു വരും എന്നതാണ് ബിനോയ് വിശ്വം പറയുന്നത്. നിലവിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം, ഈ ത്രികോണ മത്സരം ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലും കൃത്യമായ മുന്നേറ്റമുണ്ടാക്കാൻ LDFന് സാധിക്കും, വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോഴും ബിനോയ് വിശ്വം ഈ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടത്തിലും പങ്കുവച്ചത്. വേണു. ശരി, അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.